Good morning students. നമ്മൾ ഇന്ന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ 10ാമത്തെ ചാപ്റ്ററായ ഫങ്ഷൻസ് എന്ന ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിന്റെ ആദ്യത്തെ ടോപ്പിക്കുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ നിങ്ങളുടെ ഫോക്കസ് ഏരിയ വഴി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു ടാസ്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടിയാൽ, ആ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളായി ഡിവൈഡ് ചെയ്ത് സോൾവ് ചെയ്യുന്ന കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ദി പ്രോസസ് ഓഫ് breaking a program into separate subprograms or modules is called modular programming. ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാമുകളായി ഡിവൈഡ് ചെയ്ത് അതിനെ സോൾവ് ചെയ്യുന്ന കൺസെപ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ പ്രോഗ്രാം ഇൻറ്റു സെപ്പറേറ്റ് സബ് പ്രോഗ്രാംസ് ഓർ മൊഡ്യൂൾസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഈസ് നോൺ ആസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അതാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ്. 4 അഡ്വാൻറ്റേജ് ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ് മൂലമുള്ളത്. ഒന്നാമത്തത് റെഡ്യൂസ് പ്രോഗ്രാം സൈസ്. റെഡ്യൂസസ് പ്രോഗ്രാം സൈസ്. പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഒരു വലിയൊരു ടാസ്ക് ആയിരിക്കും, അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ ടാസ്കുകളാക്കുമ്പോൾ അവിടെ ആ സൈസ് ഓഫ് ദി പ്രോഗ്രാം ഈസ് റെഡ്യൂസ്ഡ്. പ്രോഗ്രാമിൻ്റെ സൈസ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അത് തന്നെയാണ് ഒന്നാമത്തത്, റെഡ്യൂസസ് പ്രോഗ്രാം സൈസ്. അങ്ങനെ പ്രോഗ്രാമിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ബഗ്സ് ഓർ എറേഴ്സിൻ്റെ സാധ്യത കുറവായിരിക്കും. അത് തന്നെയാണ് രണ്ടാമത്തത്, റെഡ്യൂസസ് ചാൻസസ് ഓഫ് എറർ ഉണ്ടാകാനുള്ള സാധ്യത എന്ത് ചെയ്യുന്നു? കുറയുന്നു. റെഡ്യൂസസ് ചാൻസസ് ഓഫ് എറേഴ്സ്. മൂന്നാമത്തത് ആ പ്രോഗ്രാമിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. നാലാമത്തത് ഇംപ്രൂവ് റീയൂസബിലിറ്റി. നമുക്ക് മറ്റ് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഫംഗ്ഷൻ ഇതുപോലെ വരുന്ന സിറ്റുവേഷനുകളിൽ വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? റീയൂസ് ചെയ്യാൻ കഴിയും. ഇതാണെന്ത്? അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ 4 അഡ്വാൻറ്റേജ്: റെഡ്യൂസ് പ്രോഗ്രാം സൈസ്, റെഡ്യൂസസ് ചാൻസസ് ഓഫ് എറേഴ്സ്, reduces programming complexity, improve reusability are the advantages of modular programming. മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അതാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലെ ആദ്യത്തെ ടോപ്പിക്. മോഡുലാർ പ്രോഗ്രാമിങ്ങും അഡ്വാൻറ്റേജും. ഇപ്പോൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തെന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ പ്രോഗ്രാം ഇൻറ്റു സെപ്പറേറ്റ് പ്രോഗ്രാംസ് ഓർ സബ് പ്രോഗ്രാംസ് ഓർ മൊഡ്യൂൾസ് ഓർ functions are called modular programming. Advantages: reduces program size, reduces chances of errors, reduces programming complexity, improve reusability are the advantages of modular പ്രോഗ്രാമിംഗ്. അപ്പോൾ ഇതാണെന്ത്? മോഡുലാർ പ്രോഗ്രാമിംഗ്. അപ്പോൾ ആ മോഡുലാർ പ്രോഗ്രാമിങ്ങിന് ഒരു എക്സാമ്പിൾ ആണ് ഇത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഇൻ C++. എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ? ഫംഗ്ഷൻ ഈസ് എ നെയിംഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് ടു പെർഫോം എ ടാസ്ക്. ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നെയിംഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ നെയിംഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. പേരോട് കൂടിയ ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് C++ൽ എന്തെന്ന് പറയുന്നത്? ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇൻ C++ ചോദിച്ചാൽ നെയിംഡ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു പെർഫോം എ ടാസ്ക്. അതാണെന്ത്? ഫങ്ഷൻസ്. അപ്പോൾ C++ പ്രോഗ്രാം ഈസ് കളക്ഷൻ ഓഫ് 1 or more functions. ഒന്നോ അതിലധികമോ ഫങ്ഷൻസിൻ്റെ കളക്ഷനാണ് ഒരു C++ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദ മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് ഫോർ എവരി C++ പ്രോഗ്രാം ഈസ് മെയിൻ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് എവരി C++ പ്രോഗ്രാം ഈസ് മെയിൻ ഫംഗ്ഷൻ. എല്ലാ C++ പ്രോഗ്രാമിനകത്തും വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് എന്ന് പറയുന്നത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. പഠിച്ചോളണം, പരീക്ഷയ്ക്ക് ഒരു നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് ദി മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് for every C++ program. ഏതാണ്?
മെയിൻ ഫംഗ്ഷൻ ആണ് ദി മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് ഇൻ എവറി C++ പ്രോഗ്രാം. അപ്പം ഫംഗ്ഷൻ ചോദിച്ചാൽ നെയിംഡ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ടു പെർഫോം എ ടാസ്ക് ഈസ് കാൾഡ് ഫംഗ്ഷൻ. C++ program is collection of one or more functions and the most essential function needed for every C++ program is main function. ഏത് ഫംഗ്ഷൻ ആണ്? മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് എന്ത്? ഫംഗ്ഷൻ. അപ്പോൾ in C++ functions are classified into two types. C++നകത്ത് ഫംഗ്ഷൻസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അപ്പോൾ in C++ functions are classified into two types. User defined functions, രണ്ടാമത്തത് predefined functions or built-in functions. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ദി ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദി യൂസർ ഈസ് കാൾഡ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനെ പറയുന്ന പേരാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്പാണ്. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, 2 ഫംഗ്ഷൻ ഡെഫിനിഷൻ, 3 ഫംഗ്ഷൻ കോൾ. അപ്പം there are 3 steps for creating a user defined function. ഒന്ന് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, 2 ഫംഗ്ഷൻ ഡെഫിനിഷൻ, 3 ഫംഗ്ഷൻ കോൾ. ഇതാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള 3 സ്റ്റെപ്പ്. അപ്പോൾ അതിൽ ആദ്യം ഫംഗ്ഷൻ ഡിക്ലറേഷനാണ്. ഇപ്പം നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആഫ്റ്റർ മെയിൻ എന്ന ഫംഗ്ഷന് ശേഷമാണ്. മെയിൻ എന്ന ഫംഗ്ഷന് ശേഷമാണെങ്കിൽ ഇഫ് വി ഡിഫൈൻഡ് എ ഫംഗ്ഷൻ ആഫ്റ്റർ മെയിൻ ഫംഗ്ഷൻ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ്. അതിന് എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. ദി ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതിൻ്റെ സിൻറ്റാക്സ് ചോദിച്ചാൽ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് സെമി കോളൻ. റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് ഓർ ആർഗ്യുമെന്റ് ലിസ്റ്റ് സെമി കോളൻ. ഇതാണെന്ത്? ഒരു ഫംഗ്ഷൻ ഡിക്ലറേഷൻ്റെ സിൻറ്റാക്സ്. ഇറ്റ് പ്രൊവൈഡ് ദി ഫോളോയിങ് ഇൻഫർമേഷൻ ടു ദി കമ്പൈലർ. ഈ പറയുന്ന ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഇനി പറയുന്ന ഇൻഫർമേഷനുകളാണ് ഈ കമ്പൈലറിന് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ദി വാല്യൂ റിട്ടേൺ ബൈ ദി ഫംഗ്ഷൻ, 2 നെയിം ഓഫ് ദി ഫംഗ്ഷൻ, ടൈപ്പ് ഓഫ് ദി ഫംഗ്ഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ദി ആർഗ്യുമെന്റ്സ് ആൻഡ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. അപ്പം value returned by the function, type of value returned by the function, function name of the function, number of arguments and type of arguments. These are the information provided to the compiler by declaring a function. ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇൻഫർമേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴെന്ന് വെച്ചാൽ മെയിൻ എന്ന ഫംഗ്ഷന് ശേഷമാണ് നമ്മളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിക്ലെയർഡ്. അതിന് എന്ത് ചെയ്തിരിക്കണം? ഡിക്ലെയർ ചെയ്തിരിക്കണം. മെയിന് മുമ്പാണെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഡിക്ലെയർ ചെയ്യേണ്ട. അപ്പം മെയിനിന് ശേഷമാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിക്ലെയർ ചെയ്യണം. അതിനെ പറയുന്ന പേരാണിത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഓർ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതിൻ്റെ സിൻറ്റാക്സ് ആണ് പറഞ്ഞത് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് സെമി കോളൻ. അപ്പം അതെന്തൊക്കെയാണ്? കമ്പൈലറിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ, type of the value returned by the function, name of function, type and number of arguments used in the functions. ഇത്രയും കാര്യങ്ങൾ അത് ആർക്ക് പ്രൊവൈഡ് ചെയ്യും? കമ്പൈലറിന് എന്ത് കൊടുക്കും? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും ഈ പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ? ഡിക്ലെയർ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫംഗ്ഷൻ ഡെഫിനിഷനാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ്റെ സിൻറ്റാക്സ് റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് ഓർ ആർഗ്യുമെന്റ് ലിസ്റ്റ്, ബ്രേസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ബ്രേസ് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ ഈ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്ന അതിനെ പറയുന്ന പേര് ഫംഗ്ഷൻ ഹെഡർ എന്നും ബോഡി ഓഫ് ദി ഫംഗ്ഷനെ ഫംഗ്ഷൻ ബോഡി എന്നും പറയും. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷൻ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്. ഏതൊക്കെയാണ്? ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡറും ഫംഗ്ഷൻ ബോഡിയും കൂടി എന്ത് ചെയ്ത കമ്പൈൻ ചെയ്താണ് എന്തുണ്ടാവുന്നത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ഡെഫിനിഷനെയാണെന്ന് പറയുന്നത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്ത ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്നതാണ് എന്ത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. അതിൻ്റെ സിൻറ്റാക്സ് ചോദിച്ചാൽ ഇറ്റ് കണ്ടെയ്ൻ 2 പാർട്സ്, ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡർ ചോദിച്ചാൽ റിട്ടേൺ ടൈപ്പ് ഫംഗ്ഷൻ നെയിം പാരാമീറ്റർ ലിസ്റ്റ്. ഫംഗ്ഷൻ ബോഡി ചോദിച്ചാൽ ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് പെർഫോം ദി ടാസ്ക് ഈസ്
ഫോംഡ് ആസ് ഫംഗ്ഷൻ ബോഡി. ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്തായിട്ട് മാറിയിരിക്കുന്നത്? ഫംഗ്ഷൻ ബോഡിയായിട്ട് മാറിയിരിക്കുന്നത്. അതാണെന്ത്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഫംഗ്ഷൻ കോൾ ആണ്. ഇൻവോക്കിംഗ് എ ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിനെ നമ്മൾ ഇന്ന് ഇൻവോക്ക് ചെയ്യണം. ദ ഇൻവോക്കിംഗ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫംഗ്ഷൻ കോൾ. ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ കോൾ. അപ്പോൾ ദീസ് ആർ ദി 3 സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒന്നാമത്തത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതിൻ്റെ സിൻടാക്സ് റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, സെമിക്കോളൻ. രണ്ടാമത്തത് ഡെഫിനിഷൻ ഓഫ് ദി ഫംഗ്ഷൻ ആണ്. അതിൻ്റെ സിൻടാക്സ് വെച്ചാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബ്രേസസിനകത്ത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ഫംഗ്ഷൻ ബോഡി. മൂന്നാമത്തത് ഇൻവോക്കിംഗ് എ ഫംഗ്ഷൻ. ദ ഇൻവോക്കിംഗ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ കോൾ. അപ്പോൾ ദീസ് ആർ ദി 3 സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള 3 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് പാരാമീറ്റർ ലിസ്റ്റ് ഓർ ആർഗ്യുമെൻറ്റ് ലിസ്റ്റ് എന്നതാണ്. അപ്പോൾ എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റർ എന്ന് വെച്ചാൽ വേരിയബിൾസ് ഇൻ ദി പാരാന്തസിസ് ഓഫ് എ ഫംഗ്ഷൻ ഹെഡർ ഈസ് കാൾഡ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. അപ്പം ഒരു ഫംഗ്ഷൻ ഹെഡറിൻ്റെ പാരാന്തസിസിനകത്ത് കൊടുക്കുന്ന വേരിയബിൾസ് ആർ നോൺ ആസ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ എന്തെന്നറിയപ്പെടും? പാരാമീറ്റേഴ്സ് എന്നറിയപ്പെടും. അപ്പം ദി വേരിയബിൾസ് ഇൻ ദി പാരാന്തസിസ് ഓഫ് എ ഫംഗ്ഷൻ ഹെഡർ ഈസ് നോൺ ആസ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്നറിയപ്പെടും. അപ്പോൾ എത്ര ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്? ദർ ആർ 2 ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻ എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനകത്ത് 2 ടൈപ്പ് ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. The arguments used in function call are called actual arguments. Function callനകത്ത് ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് ഓർ കോൺസ്റ്റൻസ് or variables or constants used in function call are called actual arguments. ഒരു ഫംഗ്ഷൻ കോളിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. The arguments used in function definitions are called formal arguments. The arguments used in function definitions. ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്ന ആർഗ്യുമെൻസിനെ പറയുന്ന പേരാണെന്ത്? ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണെന്ത്? യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു? മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് എ പ്രോഗ്രാം ഇൻറ്റു സെപ്പറേറ്റ് സബ് പ്രോഗ്രാംസ് ഓർ മൊഡ്യൂൾസ് or functions are called a modular programming. And advantage ആണ് പറഞ്ഞത്, reduces program size, reduces chances of error, reduces programming complexity, improve reusability. അടുത്ത ഫംഗ്ഷൻ ആയിരുന്നു named set of instructions or statements to perform a task is called function. A C++ program is collection of one or more functions. The most essential function needed for every C++ program is main. There are 2 types of functions in C++, user defined functions and predefined functions or built-in functions. The functions that are defined by the user is called user defined functions, and it can be created using function declaration or function prototype. Ennaanu declaration of a function is called function declaration or function prototype, and the syntax vechal return type, function name, parameter list, semicolon. It is the function is declared if it is used after main function. Main എന്ന ഫംഗ്ഷന് ശേഷമാണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ, if it is defined after main function, അല്ലെങ്കിൽ when a function is defined after main function it should be declared. ഒരു ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷന് ശേഷമാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ it should be declared, and the declaration of a function is called a function declaration or function prototype, and the syntax ആണ് return type, function name, parameter list or argument list, semicolon. അടുത്ത രണ്ടാമത്തെ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് കാൾഡ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ്, ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ഹെഡർ ചോദിച്ചാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബ്രേസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഓർ ഫംഗ്ഷൻ ബോഡി. ഇറ്റ് ഈസ് C++ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് പെർഫോം ദി ടാസ്ക്. ആ ഫംഗ്ഷൻ എന്തിനാണോ നമ്മൾ എഴുതുന്നത് ആ ടാസ്ക് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന C++ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തായിട്ട് ഫോം ചെയ്യുന്നത്? ബോഡി ഓഫ് ദി ഫംഗ്ഷൻ ഓർ ഫംഗ്ഷൻ ബോഡിയായിട്ട് ഫോം ചെയ്യുന്നത്. ഇനി അടുത്തത് ഇൻവോക്കിംഗ് ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫംഗ്ഷൻ കോൾ. ഒരു ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്? ഫംഗ്ഷൻ കോൾ. അതിൻ്റെ സിൻടാക്സ് ചോദിച്ചാൽ ഫംഗ്ഷൻ നെയിം പിന്നെ ബ്രാക്കറ്റിനകത്ത്
ആർഗ്യുമെൻ്റ് ലിസ്റ്റ് ഫംഗ്ഷൻ നെയിം ആർഗ്യുമെൻ്റ് ലിസ്റ്റ് സെമിക്കോളൻ. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നത്, ഇൻവോക്ക് ചെയ്യുന്നത്. ഇനി എന്താണ് ആർഗ്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. എന്താണ് വേരിയബിൾസ് ഇൻ ദി പാരാന്തസിസ് ഓഫ് എ ഫംഗ്ഷൻ ഡെഫിനേഷൻ ഈസ് കാൾഡ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. അപ്പം ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് വരുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണെന്ത്, ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ എ ഫംഗ്ഷൻ, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് ആൻഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. വേരിയബിൾസ് ഓർ കോൺസ്റ്റൻസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾ ഈസ് കാൾഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ഒരു ഫംഗ്ഷൻ കോളിനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസിനെ അല്ലെങ്കിൽ കോൺസ്റ്റൻസിനെ പറയുന്ന പേരാണെന്ത്, ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ആൻഡ് ദി വേരിയബിൾസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനേഷൻസ് ആർ കാൾഡ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. ഫംഗ്ഷൻ ഡെഫിനേഷനകത്ത് ഉപയോഗിക്കുന്ന വേരിയബിൾസിനെ പറയുന്ന പേരാണെന്ത്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. അപ്പം പരീക്ഷയ്ക്ക് ഇതിനകത്ത് ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്തൊക്കെയാണ്? റെഡ്യൂസസ് പ്രോഗ്രാം സൈസ്, റെഡ്യൂസസ് ചാൻസസ് ഓഫ് എറർ, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ് റിയൂസബിലിറ്റി. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി മോസ്റ്റ് എസെൻഷ്യൽ ഫംഗ്ഷൻ നീഡഡ് ഫോർ എവരി C++ പ്രോഗ്രാം. ഏത് ഫംഗ്ഷൻ? മെയിൻ ഫംഗ്ഷൻസ്. അടുത്തത്, വാട്ട് ആർ ദി 3 steps ഫോർ ക്രിയേറ്റിംഗ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ കോൾ. അടുത്തത്, റൈറ്റ് ദി സിൻടാക്സ് ഓഫ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. സിൻടാക്സ് എഴുതാൻ പറഞ്ഞാൽ റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്. അവിടെ നോക്കണം, അവിടെ സെമിക്കോളൻ ഇല്ല. പാരാമീറ്റർ ലിസ്റ്റ് ബ്രേസ് ഓപ്പൺ ചെയ്ത് ബോഡി ഓഫ് ദി ഫംഗ്ഷൻ സെമിക്കോളൻ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 parts, ഫംഗ്ഷൻ ഹെഡർ ആൻഡ് function body. The variables used in function definitions are called, അല്ലെങ്കിൽ variables in parenthesis of function header is called the arguments or parameters. What are the 2 types of arguments used in a function? ഏതൊക്കെയാണ്? actual arguments and formal arguments. അടുത്തൊരു question, the arguments used in function call are called dash arguments. The arguments ആണ് actual arguments. The arguments used in function definitions are called dash arguments. The arguments formal arguments. അപ്പം there are 2 types of arguments, actual arguments and formal arguments. ഡെഫിനിഷനകത്ത് ഉപയോഗിക്കുന്നത് ഫോർമൽ ആർഗ്യുമെൻസും കോളിനകത്ത് ഉപയോഗിക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെൻസും. ഇനി വാട്ട് ആർ ദി 2 types ഓഫ് ഫംഗ്ഷൻ ഇൻ C++? ഏതൊക്കെയാണ്? യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആൻഡ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ്. അപ്പോൾ ഇതാണെന്ത് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ.